എന്നാലും നിസ്കാരത്തിന്റെ വാൾട്ടിൽ ടിക്ക് ഉണ്ടാവും, ജമാഅത്തിന്റെ കൂലി നമുക്ക് കിട്ടൂല എന്നാണ്. ഇത് ശരിയായില്ലെങ്കിൽ ജമാഅത്ത് റെഡി ആവില്ല. ബാക്കിൽ ആരൊക്കെ നിന്നാലും അവർക്കൊന്നും ജമാഅത്തിന്റെ കൂലി ഇല്ല എന്നാണ്. 27 ഇരട്ടി പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജമാഅത്തിന് വരുന്നത്. നാളെ പഠിച്ചോന്റെ മുന്നിലെത്തുമ്പോൾ നമ്മളെ ഏടിൽ അത് കണ്ടിലേക്ക് നമുക്ക് പരാതി പറയാൻ പറ്റും. ചില കാര്യങ്ങൾ ജമാഅത്തിന്റെ വിഷയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ കൂലി കിട്ടില്ല എന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചത് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വഫ് ശരിയാക്കുന്ന വിഷയമാണ്. ഒരു ഇമാമും ഒരു മാമൂമും ആണെങ്കിൽ ഇമാമിന്റെ ഏറ്റവും അടുത്ത രൂപത്തിൽ വലത് ഭാഗത്ത് ഇമാമിന്റെ മടമ്പിനേക്കാളും മുന്താത്ത കോലത്തിൽ നിൽക്കലാണ് പുരുഷന്മാര് ചെയ്യേണ്ടത്. രണ്ടാമതൊരാൾ വരികയാണെങ്കിൽ ഇമാമിന്റെ ഇടത് ഭാഗത്ത് വലത് ഭാഗത്ത് നിൽക്കുന്ന ആള് നിൽക്കുന്ന അതേ ലെവലിൽ നിന്നിട്ട് അവിടുന്ന് തക്ബീർ കെട്ടിയതിനു ശേഷം രണ്ടുപേരും ബാക്കിലേക്ക് പോകണം. അല്ലെങ്കിൽ ഇമാമ് മുന്നിലേക്ക് വരണം. മുന്നിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഇമാമ് മുന്നോട്ട് പോലാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് മാമൂമികൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു സൊഫായി നിൽക്കണം എന്നാണ്. മടമ്പ് കൊണ്ടാണ് സൊഫ് നേരാക്കേണ്ടത്. മടമ്പിന്റെ ഭാഗം ഇങ്ങനെ ക്ലിയർ ആയിട്ട് നിൽക്കണം. മുൻഭാഗമല്ല ശരിയാക്കേണ്ടത്, മടമ്പിന്റെ ഭാഗമാണ് ശരിയാക്കേണ്ടത്. ഇത് ശരിയായില്ലെങ്കിൽ ജമാഅത്ത് റെഡി ആവില്ല. മാത്രമല്ല രണ്ടു പേർക്ക് ഇടയിൽ വിടവ് ഉണ്ടാവരുത് എന്നാണ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. രണ്ടു പേർക്കും ഇടയിൽ വിടവ് വരാത്ത കോലത്തിൽ പരമാവധി ചേർന്ന് നിൽക്കണം. എന്നുവെച്ചാൽ റുക്കു ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഇടങ്ങേറുണ്ടാക്കുന്ന കോലത്തിൽ അങ്ങനെ തിരക്കി നിൽക്കണം എന്നല്ല പറഞ്ഞ്, എന്നാലും മാക്സിമം എടുക്കണം. ഒരു ചങ്ങലയിൽ കോർത്ത പോലെ എന്നാണ് അതിന് പറയല്. അതേപോലെ നിൽക്കണം എന്നാണ്. ഇടയിൽ വിടവുണ്ടെങ്കിൽ അവിടെ ഇബ്ലീസ് നിൽക്കുന്നു, അത് കാരണം വസ്വാസ് ഉണ്ടാക്കുന്നു, ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നൊക്കെ ഫുഖഹാക്കൾ പഠിപ്പിച്ചത് കാണാം. ഒരു സൊഫില് ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കെ അടുത്ത സൊഫ് തുടങ്ങിയാൽ ഇനി അതിന്റെ ബാക്കിൽ ആരൊക്കെ നിന്നാലും അവർക്കൊന്നും ജമാഅത്തിന്റെ കൂലില്ല എന്നാണ്. മുന്നിലൊരു സൊഫിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വിടവ് ഇങ്ങനെ നികത്തി കൊണ്ടുപോയാൽ ഒരാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഉണ്ടായിരിക്കെ പുറകത്തെ സൊഫ് തുടങ്ങിയാൽ ആ സൊഫ് തുടങ്ങിയത് മുതൽക്ക് ആരൊക്കെ കൂടിയോ ഓൽക്കൊന്നും ജമാഅത്തിന്റെ പ്രതിഫലമല്ല. അത് കിട്ടണമെങ്കിൽ മുന്നത്തെ സൊഫ് ശരിയാക്കണം. അത് നിർബന്ധമായ ഒരു കാര്യമാണ്. ജമാഅത്തിന്റെ കൂലി കിട്ടൂല എന്നാണ് പറഞ്ഞത്. നിസ്കാരം ശരിയാകും, ജമാഅത്തിന്റെ കൂലി കിട്ടൂല. എന്ന് വെച്ചാൽ നിസ്കാരത്തിന്റെ വാൾട്ടിൽ ടിക്ക് ഉണ്ടാവും, ജമാഅത്തിന്റെ കൂലി നമുക്ക് കിട്ടൂല എന്നാണ്. അത് നന്നായി ശ്രദ്ധിക്കണം. ഇങ്ങനെ സൊഫ് നേരെയാക്കാൻ വേണ്ടി എല്ലാവർക്കും മാമൂമിങ്ങൾക്കും ഇമാമിങ്ങൾക്കും സൊഫ് നേരാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് പറയൽ സുന്നത്താണ്. നമ്മൾ അടുത്തിക്കുന്ന ആളുടെ സൊഫ് ശരിയല്ലെങ്കിൽ സൊഫ് ഇങ്ങോട്ട് നേരെയാക്കി നിൽക്ക് എന്ന് പറയൽ സുന്നത്തുണ്ട് എന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചത് കാണാം. അല്ലാഹു തആല നമുക്ക് എല്ലാ നിലക്കുള്ള ഖൈർ നൽകട്ടെ. അസ്സലാമു